Hello guys, welcome back to my channel and yet another vlog. നമ്മൾ അങ്ങനെ കൊസമോയിൽ എത്തിയിരിക്കുകയാണ് and we reached our resort, so I thought I will show you the resort പോകുന്ന വഴി തന്നെ. അപ്പോൾ നമുക്ക് പോവാം. ഇതൊരു എൻറ്റയർ വില്ലയാണ് നമ്മൾ എടുത്തത് കേട്ടോ. അപ്പോൾ ആ വില്ലയിലേക്കുള്ള നടത്തയാണിത്. We are almost in the front of our villa. കേറട്ടെ. യാ മോനെ, എന്താണത്? അടിപൊളി. എനിക്കതിന് ഇതാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ വില്ല. നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇതുണ്ട്, ഇവിടെയും ഒരു വില്ല ഉണ്ട് ആൻഡ് പൂൾ. നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഫേസ് ചെയ്യുന്നത് നേരെ കടലിലേക്കാണ് ഗൈസ്. ഇവിടെ ബാർബിക്യൂ ഒക്കെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അടിപൊളി, സൂപ്പർ റിസോർട്ട്. റൂം ടൂർ കാണിച്ചു തരാം. കയറി വന്ന ഉടനെ തന്നെ ബെഡ് വിത്ത് 2 പിന്നെ കബോർഡ്. ഇതേ ഞാൻ പിന്നെ വീണ്ടും ഇതെനിക്ക് ഒരു വാർഡ്രോബ് ഏരിയ ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇറ്റ്സ് എ വാർഡ്രോബ് ഏരിയ. ഈ സാധനം എടുത്ത് പുറത്ത് വയ്ക്കണം. പിന്നെ എന്താണ്, ഇന്ന് നേരെ വാഷ്റൂമിൽ ഇവിടെ ഇങ്ങനൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒളിഞ്ഞു നോക്കിയാൽ ക്ലോസറ്റ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഷവർ ഏരിയയാണ്. ഇവിടെ ആശിക്കും. സോ യാ, ഇവിടുന്നാണ് ഇവിടുത്തെ നമ്മുടെ ഒരു ലൈക്ക് 3 bedrooms ഉണ്ട്. അതിലെ ഒരു റൂം ഇതാണ്. പിന്നെ ഇല്ലേ ഗൈസ്, ഒരു കാര്യം പറയണ്ട. ഈ ആശിക്ക്, ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യന്റെ നേരെ വന്ന തേനീച്ച മറ്റേ തൊപ്പിയിട്ട് തട്ടി എന്റെ മുഖത്തോട്ടാക്കി അതെന്നെ ഇവിടെ ചുണ്ടിൽ കുത്തി ഗൈസ്. കുറെ നേരം ആ തേനീച്ചയുടെ കൊമ്പെന്ത് ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ്. നല്ല വേദന, നീറിയിട്ട് പാടില്ല. എന്ത് ചെയ്യാനാണ്. നമ്മൾ ഇനി നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് എന്തായാലും കഴിക്കാൻ പോകണം. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, സ്വിമ്മിംഗ് പൂളിൽ ചാടാം, ഇതൊക്കെയാണ്. സോ വെൽക്കം ടു കൊസമോയ്. എന്ന് ചിരിക്കണം എന്താ? അയ്യോ, നമ്മൾ കൊസമോയ് എന്ന് പറയുന്ന അവിടത്തെ ബീച്ചിലാണ് നമ്മൾ ഇപ്പോൾ. ഐലൻഡ് കട്ട സൺസെറ്റ് കണ്ട ഗൈസ്, അടിപൊളി. ഓ, അവിടെ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വന്നു. This is where we were and look at the view guys. അടിപൊളി. Ashik, how do you feel? Peace. ഈ സൺസെറ്റിന്റെ മാത്രമല്ല, ഇവിടെ ഫുൾ ഇപ്പം പാർട്ടി മോഡിലേക്കാണ് കയറിയത്. സോ അങ്ങനെ ഇവരിവിടെ ഫുള്ള് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല രസമുണ്ട്. സോ അടിപൊളിയായിട്ടല്ലേ, സോ നൈസ്. നമ്മുടെ കൂടെ ഡാനയും സുബിനും ഉണ്ടായിരുന്നു, അപ്പോൾ കാണാനില്ല, കണ്ടുപിടിക്കട്ടെ. ഇവിടെയാണ് അപ്പേരൻ്റ്ലി ഭയങ്കര നൈറ്റ് ലൈഫ് എന്നാണ് ഞാൻ വായിച്ചത്. അതിപ്പോൾ ഇവിടെ വന്നിരുന്ന് വായിച്ചതാട്ടോ. അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഇവിടെ കുറച്ച് നൈറ്റായി. സോ ഇന്ന് ഇവിടെയാണ് നമ്മൾ ഈവനിങ്, എനിക്ക് തോന്നുന്നു നമ്മൾ 5 മണിയൊക്കെ ആയപ്പോൾ വന്നു. ആൻഡ് ദെൻ വി ഹാഡ് സം ഫുഡ് ആൻഡ് ആഫ്റ്റർ ഫുഡ് നമ്മൾ ഇങ്ങനെ ചുമ്മാ ഇറങ്ങി കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് രാത്രി വീട്ടിൽ റിസോർട്ടിൽ പോകുന്നു, റെസ്റ്റ് എടുക്കുന്നു. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ്, ഷവൈങ് എന്ന് തോന്നുന്നു വായിക്കാൻ. ഇത് മസാജിൻ്റെ റേറ്റിംഗ് ആണെങ്കിലും ഈ ഷവൈങ് എന്ന് പറഞ്ഞ ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാനാണ് ഐ ഡോണ്ട് നോ. ഇവിടെ മസാജിനൊക്കെ ഉള്ള റേറ്റ്സാണ് ഈ എഴുതി. നമ്മളങ്ങനെ നടന്ന് അവിടെ കുറച്ച് വിളക്കുകൾ കത്തിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ആ കഫേയിലോട്ടാണ് പോകാൻ പോകുന്നത്. എലിഫൻറ്റ് എന്നാണ് ആ കഫേയുടെ പേര്. സോ വി ആർ ഗോയിങ് ടു ഗോ ദേർ. ഞാനും ആഷിക്കും അങ്ങോട്ടേക്ക് പോകുന്നു. എയർപ്ലെയിൻ ഗൈസ്. ഞാനും ആഷിക്കിപ്പോൾ അങ്ങോട്ട് പോവുക. ഡാനയും സുബിനും ചുമ്മാ അറ്റം വരെ നടന്നിട്ട് തിരിച്ച് വരാമെന്ന് പറഞ്ഞു.
സോ വി തോട്ട് വി വിൽ കം ഹിയർ ആൻഡ് ഇത് ഇവിടെ ഒരു സ്പേസ് ഒക്കെ പിടിക്കാം, എന്നിട്ട് ബാക്കി അവർ വന്നിട്ട് നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ചെയ്യാം എന്ന് വിചാരിച്ചു. ഭയങ്കര ഐറ്റിനറി ആയിട്ടൊന്നുമല്ല, ഫുൾ റിലാക്സിങ് ആണ് ഗൈസ്. അതായത് മെയിൻ നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് ഇങ്ങനെ ബീച്ചൊക്കെ അല്ലേ, റെസ്റ്റ് എടുക്കുക, തൈ മസാജുകൾ ചെയ്യുക, ഇതൊക്കെയാണ് ആക്ച്വലി നമ്മുടെ പ്ലാൻ. നമ്മൾ ഈ പ്ലേസ് ചൂസ് ചെയ്തതെന്നറിയാം. റൈറ്റ് നൗ ഇവിടെ ഒരു ഫയർ ഷോ സ്റ്റാർട്ട് ചെയ്യും. വേർത്ത് കുളിച്ച് ഡാനായി കാണിച്ചു തരാം. എൻ്റെ ഫോൺ ഇപ്പോൾ ഓഫായി പോകും, ബട്ട് സ്റ്റിൽ ഡാന ലുക്ക് ഹിയർ.